നമസ്കാരം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളോടെ വീണ്ടും അധിക്ഷേപിക്കുവാൻ ശ്രമിച്ചുവെന്നും ഇത് അതിജീവിതയെ ഭയപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും പ്രോസിക്യൂഷൻ ഹർജിയിൽ പറയുന്നു. നേരത്തെ ജാമ്യം റദ്ദാക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താൻ കോടതി രാഹുലിന് നോട്ടീസ് അയച്ചിരുന്നു. കർശന വ്യവസ്ഥകളോടെ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്നും അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സൈബർ പോലീസ് നൽകിയ അപേക്ഷയിലായിരുന്നു കോടതി നോട്ടീസ് നൽകിയത്. സമൂഹ മാധ്യമത്തിലൂടെ അതിജീവിതയെ വ്യാജ അതിജീവിത എന്ന് വിളിച്ചുവെന്നും ഇത് യുവതിയിൽ ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കിയെന്നും തിരുവനന്തപുരം സൈബർ പോലീസ് നൽകിയ അപേക്ഷയിൽ പറയുന്നു. ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അപമാനിക്കും വിധം പ്രതികരണങ്ങൾ നടത്തിയെന്ന് അതിജീവിത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി അന്വേഷിച്ചാണ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. അതേസമയം തനിക്കെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ രാഹുൽ ഈശ്വറും പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ നിരന്തരം പരാതി നൽകി സ്വൈര്യ ജീവിതം നശിപ്പിക്കുകയാണ് അതിജീവിത ഗൂഢാലോചന നടത്തിയെങ്കിൽ അന്വേഷിക്കണമെന്നും രാഹുൽ ഈശ്വർ അന്ന് പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ നവംബർ 30-നാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തത്. തൊട്ടടുത്ത ദിവസം ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ രാഹുൽ നിരാഹാര സമരം നടത്തി. എന്നാൽ കോടതി രൂക്ഷ വിമർശനം നടത്തിയതിന് പിന്നാലെ നിരാഹാര സമരം അവസാനിപ്പിച്ച രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റുകളടക്കം പിൻവലിക്കാമെന്നും പറഞ്ഞിരുന്നു. കുറ്റകൃത്യത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടിയ കോടതി 2 തവണ ജാമ്യം നിഷേധിച്ചു. 16 ദിവസത്തിനു ശേഷം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കടുത്ത ജാമ്യ വ്യവസ്ഥകളോടെ രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരുന്നു. രാഹുൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്നും എന്നാൽ ഇത്തരത്തിലുള്ള പരാതി ആർക്കെതിരെയും ഉണ്ടാക്കാൻ കഴിയുമെന്നുമാണ് രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്. രണ്ടാമത്തെ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു. ആദ്യത്തെ പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. 2 പരാതിയിലും പറയുന്ന കാര്യങ്ങൾ ഒന്നിച്ചാക്കി സാമ്പത്തിക ചൂഷണം കൂടി ചേർത്ത് പുതിയൊരു പരാതിയാക്കി. പോലീസിനെ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും അത് സാധ്യമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു പോക്സോ കൂടി വരുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്നായിരുന്നു പ്രതികരണം. രാഹുൽ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യില്ലെന്നും ഇത്തരത്തിലുള്ള പരാതി ആർക്കെതിരെയും ഉണ്ടാക്കാൻ കഴിയുമെന്നും രാഹുൽ ഈശ്വർ പറയുകയായിരുന്നു. പെൺകുട്ടി ആരാണെന്ന് പുറത്തു പറയാൻ പറ്റില്ല. ഭ്രൂണത്തിന്റെ തെളിവുണ്ടെന്ന് പറയുന്നു. ശരിയാണോ എന്ന് അറിയില്ല. രാഹുലിനെ കുടുക്കിയതാണോ എന്ന് അറിയില്ലെന്നും നാളെ മറ്റു പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയും ഇത്തരം പരാതി വരാമെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ വാദം. അതേസമയം കള്ളക്കേസിൽ താൻ കുടുങ്ങിയപ്പോൾ ഒരു പരിചയമില്ലാതിരുന്നിട്ടും സഹായിച്ചതും മാധ്യമങ്ങളോട് അനുകൂലമായി സംസാരിച്ചതും രാഹുൽ ഈശ്വർ മാത്രമാണെന്ന് പ്രതികരിച്ചുകൊണ്ട് കുട്ടിക്കൽ ജയചന്ദ്രൻ രംഗത്ത് വന്നു. രാഹുൽ ഈശ്വറിന് കിട്ടുന്ന ആദ്യ വെടി തന്റെ നെഞ്ചത്ത് കൊണ്ടിട്ടേ രാഹുലിനെ നെഞ്ചത്ത് കൊള്ളുകയുള്ളൂ. അത്രയ്ക്ക് കടപ്പാടാണ് രാഹുലിനോടുള്ളതെന്നും കുട്ടിക്കൽ ജയചന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു. ജയചന്ദ്രനെതിരായ പോക്സോ കേസിൽ സുപ്രീം കോടതിയുടെ അടക്കം നിരീക്ഷണങ്ങൾ അനുകൂലമായെന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. എല്ലാവരും അദ്ദേഹത്തെ തള്ളി പറഞ്ഞപ്പോഴും ആ മോശം സമയത്തെല്ലാം അദ്ദേഹത്തിന് ഒപ്പം നിന്നത് ഭാര്യ മാത്രമാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് കേസ് നടത്തുവാനായി ചെലവായതെന്നും രാഹുൽ വ്യക്തമാക്കുന്നു. ആണുങ്ങളെ വിശ്വസിക്കാം, പെണ്ണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കുവാൻ പറ്റില്ലെന്നാണ് കുട്ടിക്കൽ ജയചന്ദ്രന്റെ ഭാര്യ ബസന്തി നിറകണ്ണുകളോടെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനൊരു അതിജീവിതയാണ്. ഉറക്കത്തിൽ അടികിട്ടിയതുപോലെ ഇങ്ങനെയൊരു കേസ് വന്ന സമയത്ത് ജയേട്ടന്റെ ഭാഗത്ത് അച്ഛനോ അമ്മയോ കൂടപ്പിറപ്പുകളോ ആരും ഉണ്ടായിരുന്നില്ല. താൻ ഒപ്പം നടക്കുകയാണെന്നല്ലാതെ പുറം ലോകവുമായി ബന്ധമില്ലാത്തയാളാണ്. സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. സ്ത്രീത്വം എന്ന വാക്കുച്ചരിക്കുവാൻ പോലും യോഗ്യതയില്ലാത്തവരുണ്ട്. എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ കള്ളക്കേസിൽ കുടുക്കി ആണുങ്ങളെ ജയിലിൽ അടയ്ക്കുമ്പോൾ അവർക്ക് കുടുംബമുണ്ട് എന്ന് ചിന്തിക്കണം. ജയേട്ടൻ ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ളയാളാണ് താനെന്നുമാണ് അവർ വ്യക്തമാക്കിയത്. നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ മഞ്ജു വാര്യരെ അഭിനന്ദിച്ചും മാസമുറയെയും സ്ത്രീകളുടെ മാനസിക പ്രശ്നങ്ങളെ അവഹേളിച്ചും പോസ്റ്റ് പങ്കുവച്ചെന്ന് ആരോപിച്ച ഈയിടെ വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നു. വലിയ വിമർശനങ്ങളൊക്കെ തന്നെയാണ് ജയചന്ദ്രനെതിരെ ഉയർന്നത്. സ്ത്രീകളുടെ മാനസികാവസ്ഥയെക്കുറിച്ചോ ശാരീരികാവസ്ഥയെക്കുറിച്ചോ വ്യക്തമായ അറിവില്ലെങ്കിൽ ഇത്തരം തെറ്റായ പോസ്റ്റുകൾ എഴുതരുതെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത്.